റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ വരുമ്പോൾ. പ്രണയം എന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യം. ഓൾറെഡി ഭയങ്കര വലിയ ഹിറ്റ് അടിച്ചൊരു പടം റിലീസായിട്ട് ആളുകൾ കാണുന്നത് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. എവിടെ ത്രൂ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആക്ടേഴ്സ് നമ്മുടെ മുന്നേ വന്ന ആൾക്കാർക്ക് എത്രയോ ബ്രേക്ക് ത്രൂ ഉണ്ട്, എന്നിട്ടും അവർ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഇല്ല. ഡെയിലി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പുതിയ ആളാ അല്ലെങ്കിൽ പുതിയ ഒരാളെ പോലെ സെറ്റിൽ പോകണം. മനസ്സിലായ? പഴയതിനേക്കാൾ കൂടുതൽ ട്രൈ ചെയ്യണം. മനസ്സിലായ? അങ്ങനെ ബ്രേക്ക് ത്രൂവും ബ്രേക്ക് ഔട്ടും ബ്രേക്കപ്പ് ഒന്നും ഇല്ല. അത് ഈ ലവിൽ മാത്രമല്ല. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ വരുമ്പോൾ. കേസിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് അത്ര വലിയ റീച്ച് ഇല്ല അതിന്. പ്രണയം എന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് സംഭവിക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്റെ പ്രണയം വീണ്ടും ബ്രേക്കപ്പ് ആയല്ലോ. വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി. എന്ത് അങ്ങനെ എല്ലാവരും അതിന്റെ പിന്നാലെ കിടക്കണ്ട. അത് പറഞ്ഞിട്ട് മനസ്സിലായ? കുറേ പേർക്ക് പ്രണയം ഉണ്ടാവണം, കുറച്ച് പേർക്ക് പ്രണയം ഉണ്ടാവാതിരിക്കണം. കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് നിൽക്കണ്ടേ? എന്നാലല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ട അവൻ പെണ്ണിട്ടാതെ ജീവിക്കണം. പക്ഷെ നല്ല ചിത്രം എന്നുള്ളൊരു പേര് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മെനക്കെട്ട പണി. പടം ഇറങ്ങിയിട്ട് ഒരു തരത്തിലും പ്രതീക്ഷയില്ലാതെ ഒരു പടം വന്ന് ആളുകളെ കൊണ്ട് നല്ല പടം കൊള്ളാം എന്ന് പറയിപ്പിക്കുന്നതിലെ കാര്യം. അതുകൊണ്ട് മോശമായി ഇരിക്കുന്ന ഞങ്ങൾ നല്ലവരാകുമ്പോൾ നല്ലതായി അതിന് വേണ്ടിയിട്ടായിരിക്കട്ടെ ചിലപ്പോൾ നമ്മൾക്ക് മോശക്കാരായിട്ട് ഇങ്ങനെ നിൽക്കണം. അത് അങ്ങനെ അതൊക്കെ ചെറിയ പടം എന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് അത് അന്നത്തെ വലിയ പടമായിരുന്നു. പക്ഷേ ചെറിയ പടം വലിയ പടം എന്നല്ല, നല്ല പടം, നല്ലൊരു സിനിമ എന്ന് പറയുന്നത് ഇതിലാണ് കാര്യം. അതിനിപ്പോൾ ഈ കണക്കുകളുടെയും പട്ടികകളുടെയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ആൾക്കാർ പടം നല്ലതാണോ മോശമാണോ